ഈ സപ്ലൈ, ടോട്ടൽ സപ്ലൈ, മാക്സിമം സപ്ലൈ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ടോ? അതുപോലെ ടോക്കൺ അൺലോക്കിംഗ് ഇതിനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കിയിട്ട് വേണോ നമ്മളൊരു കോയിൻ മേടിക്കാൻ, ഇത് മേടിക്കാതിരിക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി തരണം. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയാലാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് പ്രൂഫ് സഹിതം കാണിച്ചു തന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കോയിന് ഒരു 50% സപ്ലൈ സർക്കുലേറ്റിങ്ങിലുണ്ട്, ബാക്കിയുള്ള 50% കമ്പനി ഒരു ലിമിറ്റഡ് ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് പറഞ്ഞിട്ട് അവരത് അൺലോക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നൊരു സിസ്റ്റം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു കാര്യമായിരുന്നു സപ്ലൈ, അതുപോലെ സർക്കുലേറ്റിംഗ് സപ്ലൈ, മാക്സിമം സപ്ലൈ, ടോട്ടൽ സപ്ലൈ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു അപ്ഡേറ്റ് കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടോട്ടലി നോക്കണ്ട എന്നുള്ളൊരു അപ്ഡേറ്റാണ്. അപ്പോൾ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ പറയാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ. കാരണം കഴിഞ്ഞ വർഷത്തെ വീഡിയോകളിലൊക്കെ ഞാൻ കൂടുതലും പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു സപ്ലൈ, സർക്കുലേറ്റിംഗ് സപ്ലൈ, അതുപോലെ മാക്സിമം സപ്ലൈ, ഇതൊക്കെ നോക്കണമെന്ന്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ നോക്കുന്നത് കുറേ സേഫ്റ്റി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി കിടക്കുന്നത് നമ്മൾക്ക് ഒരു റിട്ടേൺ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഇതിലും നല്ല കാര്യം. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പ്രൂഫായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ അടുത്ത സ്കാം നടന്നിട്ടുള്ള കുറച്ച് കോയിനുകളെ കുറിച്ച് നോക്കാം. ആദ്യം അത് നോക്കിയാലാണ് നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള ഈ മന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിനിൽ ഇത് സ്വന്തമായിട്ട് ഇതിനുണ്ടെന്ന് തോന്നുന്നു, മന്ത്രയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു മെയിനായിട്ട്. അപ്പോൾ ഒരു കോയിൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു കോയിനെ ഈ അടുത്ത് ബൈനാൻസിൽ പോലത്തെ വലിയൊരു ടോപ്പ് എക്സ്ചേഞ്ചിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കോയിൻ നല്ല രീതിയിൽ സ്കാമായിട്ട് ഒരു റഗ് പുള്ള് നടന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ സപ്ലൈ നോക്കിക്കുക, ടോട്ടൽ സപ്ലൈ 1.6 ബില്യൺ സപ്ലൈ ഉണ്ട്. അതുപോലെ സർക്കുലേറ്റിംഗ് ഓൾമോസ്റ്റ് അതിൻ്റെ പകുതിയേക്കാളും കൂടുതൽ 1 ബില്യൺ തന്നെ അതിൻ്റെ സപ്ലൈയും മാർക്കറ്റിലുണ്ട്. എന്നാൽ മാക്സിമം സപ്ലൈ ഇല്ല. അതായത് അതിൻ്റെ സപ്ലൈ ലോക്കഡ് അല്ല, മീൻസ് ഒരു മാക്സിമം ലോക്കഡ് ആയിട്ടുള്ള സപ്ലൈ അല്ല, അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റും. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ടോക്കണിൽ കോയിനിലെ ഒരു റഗ് നടന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ആയിട്ടല്ലായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു മേജർ പോർഷൻ, അതായത് ഒരു ഹോൾഡിങ്സിലെ മേജർ പോർഷൻ ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു. അത് മിക്കവാറും ആ കമ്പനിയുടെ കയ്യിൽ തന്നെയായിരിക്കും, അവരല്ല എന്നൊക്കെ പറഞ്ഞാലും അവരത് ഒറ്റയടിക്ക് നല്ല രീതിയിൽ സെൽ ഓഫ് ചെയ്തു. അതൊരു നല്ലൊരു പീക്ക് ടൈം, മീൻസ് ആൾട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നോക്കിയിട്ട് അവർ അത് എക്സിറ്റ് ചെയ്തിട്ട് അവർ ആ ഒരു വലിയൊരു ഫണ്ട് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ ഈ ഒരു ആൾട്ട് സീസണിൽ പ്രോഫിറ്റ് എടുക്കാനായിരിക്കാം. എനിവേ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് സപ്ലൈ ഇതിന് ഒരു മാക്സിമം സപ്ലൈ എന്നുള്ളതില്ല, അതായത് ഇത് ഇൻഫിനിറ്റ് സപ്ലൈ ആണ്, അതായത് എത്ര വേണം കൂട്ടാം. അടുത്തൊരു സ്കാം അല്ല, ഇതൊരു ആക്ച്വൽ സ്കാം അല്ല കേട്ടോ, ഇതൊരു ഹാക്കിംഗ് അറ്റംപ്റ്റ് ഉണ്ടായതാണ്. അപ്പോൾ ഈ CTES എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ എന്ന് പറയണം, ഇത് നമ്മുടെ സൂയി എക്കോസിസ്റ്റത്തിൽ ടോപ്പായിട്ടുള്ള 3ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു ടോക്കണാണ് CTES എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സപ്ലൈ നമുക്കിത് നോക്കാം. ഇതിന് ടോട്ടൽ 1 ബില്യൺ ആണ് അല്ലേ, മാക്സിമം 1 ബില്യൺ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഷുവറായി, നമുക്കിതിന് സപ്ലൈ 1 ബില്യൺ തന്നെയാണ് മാക്സിമം വരുള്ളൂ. അതായത് ഇത് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. 725 മില്യൺ, അതായത് ഏകദേശം 75 അല്ലെങ്കിൽ 72% സർക്കുലേറ്റിങ്ങിലുണ്ട്. ബാക്കിയുള്ള സപ്ലൈ ആണ് നമ്മുടെ കമ്പനിയുടെ കയ്യിൽ. അവർ അൺലോക്കിങ്ങോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ട്, നമുക്ക് തൽക്കാലം ഇപ്പോൾ മനസ്സിൽ വെക്കാം. കാരണം അവരുടെ കയ്യിലുണ്ടായാലും അവർക്ക് ഇപ്പോൾ അത് സെല്ല് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ ഒരു റിസ്ക് ഉണ്ടെങ്കിലും സപ്ലൈയുടെ കേസിൽ നമുക്കിത് സേഫ് ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇതുപോലൊരു ഹാക്കിംഗ് അറ്റംപ്റ്റ് ഉണ്ടായാൽ പോലും അവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകും. നമ്മുടെ കാശാണല്ലോ നമ്മൾ മാക്സിമം സേഫ് ആക്കാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, സപ്ലൈ മാക്സിമം ഉള്ളതുകൊണ്ട് ഇതൊരു സേഫാണ്, ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ഒരു സ്കാമോ റഗ്ഗോ നടക്കില്ല എന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോക്കണിലോട്ട് വരാം. സോളായർ നമുക്കറിയാം ഈ അടുത്ത് നല്ല രീതിയിൽ ഒരു സ്കാമോ നടന്നിട്ടുള്ളത് തന്നെയാണ്. അവർ സ്കാം അല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവരതിനെക്കുറിച്ച് സ്കാം അല്ല എന്നല്ല, അവരിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള റിപ്ലൈ ഇപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയാസ് വഴി ഒന്നും പുറത്തേക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കേസ് നമുക്ക് നോക്കുമ്പോൾ 1 ബില്യൺ ആണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ, മാക്സിമം സപ്ലൈ ഇല്ല, അതായത് ഇൻഫിനിറ്റ് ആണ് ഇതിൻ്റെ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നതുകൊണ്ട് ഇത് നമുക്ക് റിസ്ക് ആണെന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളിലോട്ട് ഇനി ഞാൻ കിടക്കണം. അപ്പോൾ നമ്മൾ 3 കേസുകൾ പറഞ്ഞു, അതായത് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കേസ് പറഞ്ഞു, അതായത് ഹാക്കിംഗ് അറ്റംപ്റ്റ് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരു കേസാണ്. ഇനി സപ്ലൈയുടെ കേസ്, സപ്ലൈ അവർ കൂട്ടിയിട്ട് അവർ സ്കാം നടത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ അവർ സപ്ലൈ കൂട്ടിയിട്ടല്ല സ്കാം നടത്തിയത്. മേജർ പോർഷൻ ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു, അയാൾ സെല്ല് ചെയ്തിട്ടാണ് അതിൻ്റെ സ്കാം നടത്തിയത്. അപ്പോൾ സപ്ലൈ കൂട്ടാൻ പറ്റുന്നതാണ്, പക്ഷേ അവർ സപ്ലൈ കൂട്ടിയിട്ടില്ല. എന്നാൽ ഇനി ലെയറിൻ്റെ കേസ് ഇതുപോലെ തന്നെയാണ്, സപ്ലൈ കൂട്ടാൻ പറ്റുന്ന ഒരു ടോക്കൺ ആയിരുന്നു, പക്ഷേ അവർ സപ്ലൈ കൂട്ടിയിട്ടൊന്നല്ല, മേജർ പോർഷൻ ഒരു വ്യക്തി സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ സപ്ലൈ കൂട്ടാൻ പറ്റുന്ന കോയിനായാലും കൂട്ടാൻ പറ്റാത്ത ലോക്കഡ് ആയിട്ടുള്ള കോയിനായാലും ഇതൊന്നും സേഫ് അല്ല. അതായത് ലോക്കഡ് ആയിട്ടുള്ള ഒരു കോയിനിൽ, അതായത് സപ്ലൈ നമ്മുടെ സോളയറല്ല, നമ്മുടെ CTES, അതായത് 1 ബില്യൺ അവരുടെ മാക്സിമം സപ്ലൈയിലുണ്ട്, ലോക്കഡാണ്. പക്ഷേ ഇതിൻ്റെ മേജർ പോർഷൻ ഒരു കമ്പനിയുടെ കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഹാക്കിംഗ് അറ്റംപ്റ്റ് നടത്തിയിട്ട് വരെ ഈ ഒരു കോയിനിൽ റഗ് വരെ നടത്താം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇൻഫിനിറ്റ് സപ്ലൈ കൂട്ടാൻ പറ്റുന്ന ഒരു കോയിൻ ഇവർ ഇതിൽ സപ്ലൈ കൂട്ടിയിട്ടില്ല. കൂട്ടാതെ തന്നെ ഇതിൻ്റെ മേജർ പോർഷൻ ഒരു വ്യക്തിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെല്ല് ചെയ്താലും റഗ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, സപ്ലൈ ഇൻഫിനിറ്റ് ആയാലും സപ്ലൈ ലോക്കഡ് ആയാലും ഒരു മേജർ പോർഷൻ ഒരാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അത് റഗ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇനി അതുമല്ല
വീക്കായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ് നടത്തിയിട്ടും നമുക്കത് റഗ് പോലെ ആയി നമുക്ക് നമ്മുടെ കാശ് നഷ്ടപ്പെടാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സപ്ലൈയുടെ കേസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ലോക്കഡ് ആയാലും ഇൻഫിനിറ്റ് ആയാലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കണം. കാരണം ഏതായാലും ഇതിൽ ഹാക്കിംഗ് അറ്റംപ്റ്റ് വഴി നമുക്കോ അല്ലെങ്കിൽ സ്കാം നടത്തിയിട്ടോ ഇതിൽ നമുക്ക് പെട്ടുപോകാം, നമ്മൾ ക്യാഷ് പെട്ടുപോകാം. ക്രിപ്റ്റോ റാങ്കിൻ്റെ ഹോം പേജിലോട്ട് വന്നു. ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇടയിൽ വാക്കുകളൊക്കെ ചിലപ്പോൾ പിഴച്ച് പോകാം, തെറ്റി പോകാം. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്രയധികം ഡിലേ വരാണ് നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ക്രിപ്റ്റോ റാങ്കിൻ്റെ ഹോം പേജിലോട്ട് ഞാൻ വന്നു. അപ്പോൾ അതിൽ നമുക്ക് ടോപ്പായിട്ടുള്ള ഈ കോയിൻസുകളായിക്കോട്ടെ ടോക്കണുകളായിക്കോട്ടെ ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ടോപ്പായിട്ട് കിടക്കുന്ന നമ്മുടെ 2ാം സ്ഥാനത്ത് ബിറ്റ്കോയിനാണ് ടോപ്പ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 2ാം സ്ഥാനത്ത് കിടക്കുന്ന ഇതീറിയത്തിൻ്റെ കേസ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ. അതായത് ഇതീറിയത്തിൻ്റെ എന്താണ് കഥ നമുക്ക് നോക്കി നോക്കാം. ഇതീറിയത്തിന് നോക്കിയപ്പോൾ ടോട്ടൽ സപ്ലൈ ഉണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം 120 മില്യൺ ടോട്ടൽ സപ്ലൈ ഉണ്ട്. സർക്കുലേറ്റിംഗ് എത്രയാണ്? 100% തന്നെ സർക്കുലേറ്റിങ്ങിലുണ്ട്. എന്നവർക്ക് മാക്സിമം സപ്ലൈ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇവർക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ അത് പറ്റില്ല എന്നൊക്കെ നമുക്കൊരു കോൺട്രവേഴ്സി ആണ്, അതോട് മാറ്റി നിർത്താം. എന്നിരുന്നാലും നമ്മുടെ കേസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മാക്സിമം സപ്ലൈ ഇല്ല. അതായത് ഇതിന് എത്ര ടോക്കൺ കൂട്ടാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അവർ പറയുന്നില്ല, മനസ്സിലായില്ലേ? അതായത് സർക്കുലേറ്റിങ്ങിൽ 100% സർക്കുലേറ്റിങ്ങിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലാണോ, ഒരു വ്യക്തിയുടെ കയ്യിലാണോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു കോയിനും എന്താ പറയുക, മാക്സിമം മീൻസ് ഇൻഫിനിറ്റി സപ്ലൈ ആണ്. അതായത് എത്ര വേണം കൂട്ടാൻ പറ്റാതെ ഇരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഇനി അവർ മാക്സിമം സപ്ലൈ പറയുന്നില്ല. അപ്പോൾ ഇതും ഒരു റിസ്കി കോയിനല്ലേ, ടോക്കൺ അല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കും, കോയിനല്ലേ, സ്വന്തം മെയിനായിട്ടുള്ളതിന് നമ്മൾ കോയിനും ടോക്കണെന്നൊക്കെ മാറ്റി പറയണം. അത് ഞാൻ എപ്പോഴും പറഞ്ഞു വരുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ ഇതീറിയത്തിൻ്റെ കേസ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കാമായിട്ട് ഈ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഇത്തരം കോയിനുകളായിക്കോട്ടെ ടോക്കണുകളായിക്കോട്ടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതീറിയത്തിന് അവോയ്ഡ് ചെയ്ത് വെക്കേണ്ടതല്ല. എനിവേ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഇതൊരു സ്കാം ആണെന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു കോയിൻ മേടിക്കേണ്ടത്, ഇതല്ല മെയിൻ പോയിന്റ്. ഇപ്പോൾ ഇതീറിയം നമ്മൾ ഈ ഇതീറിയം എന്നുള്ള ഈ ഒരു കോയിൻ ജനിച്ച് വരുന്ന സമയത്ത് തന്നെ ഇത് റിസ്ക് ആണെന്നുകൊണ്ട് നമ്മൾ മേടിച്ച് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം പറ്റില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ സേഫ് ആണെന്നൊരു കോയിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ആ കാര്യങ്ങളോട്ട് നമുക്ക് കിടക്കാം. അതിന് മുന്നേ ഒരു കോയിൻ കൂടി ഞാൻ പറയാം. നമുക്ക് ടോപ്പ് എക്സ്ചേഞ്ചിലുള്ള XRPക്ക് ടോട്ടൽ സപ്ലൈ, മാക്സിമം സപ്ലൈ, സർക്കുലേറ്റിംഗ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് സേഫ് ആണെന്ന് പറയാൻ പറ്റുമോ? XRPയുടെ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ XRP ഇതുപോലെ തന്നെ ഇൻഫിനിറ്റ് അല്ല, ഇവർ ലോക്കഡ് ആണ്. എന്തായാലും ഇൻഫിനിറ്റ് മീൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് നമുക്ക് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഹാക്കിംഗ് അറ്റംപ്റ്റോ അല്ലെങ്കിൽ ഒരു മേജർ പോർഷൻ ഒരാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കാം പോലെ നടക്കാം. നമ്മുടെ പ്രൈസ് താഴത്തോട്ട് വരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്കാമെന്ന്, അല്ലാതെ മറ്റൊന്നുമല്ല കേട്ടോ. റഗ് പുള്ള് അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു സ്കാം മീൻസ് പെട്ടെന്നൊരു സെൽ ഓഫ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി സെൽ ഓഫ് ചെയ്യുമ്പോഴാണല്ലോ റഗ് പുള്ളെന്ന് നമ്മൾ പറയുന്നത്, സ്കാമായി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ ഇതിന് മാക്സിമം സപ്ലൈ അവർ പറയുന്നുണ്ട്, അതുപോലെ ടോട്ടൽ സപ്ലൈ പറയുന്നുണ്ട്. അതായത് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ 58% സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ 42% കമ്പനിയുടെ കയ്യിലായിരിക്കാം. അവർ അത് പെട്ടെന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാം നടക്കാം. ഇനി അതും വേണ്ട, ഇതിൻ്റെ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ 58% ഒരു 50% അല്ലെങ്കിൽ ഒരു 35% ഒരു വ്യക്തിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ റഗ് പുള്ള് പോലെ നടക്കാം. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്കിത് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ടോപ്പായിട്ടുള്ള ഇതീറിയത്തിലും XRPയിലൊക്കെ പറഞ്ഞു. നമുക്ക് BNBയിലും നോക്കാം, സൊളാനോരെ നോക്കാം. സൊളാനോ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 6ാം സ്ഥാനത്ത് കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റൊക്കെ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കോയിനാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് നോക്കാം, ടോട്ടൽ സപ്ലൈ ഉണ്ട്, സർക്കുലേറ്റിംഗ് ഉണ്ട്, എന്നാൽ മാക്സിമം സപ്ലൈ ഇല്ല. അതായത് ഇതിൻ്റെ സപ്ലൈ കൂട്ടാൻ പറ്റില്ല. അൺലോക്കിംഗ് ഇതാണ് 9 days കഴിഞ്ഞ് ഇതിൻ്റെ അൺലോക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എത്രയാണ് 601 മില്യൺ, അതിൻ്റെ 86% പുറത്തോട്ട് സർക്കുലേറ്റിംഗ് നടക്കുന്നുണ്ട്. 0.08% ഈ ടോട്ടൽ സപ്ലൈയിൽ നിന്ന് അൺലോക്കിംഗ് നടക്കുന്നുണ്ട്. എനിവേ ഇത് ടോട്ടൽ സപ്ലൈ മൊത്തം സർക്കുലേറ്റിംഗിൽ വന്നാലും മാക്സിമം സപ്ലൈ ഇവർ പറയുന്നില്ല. അതായത് ഈ സപ്ലൈ ഇത് കൂട്ടാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ ഒരു ഇതിൽ ഫസ്റ്റത്തെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു സപ്ലൈ നോക്കിയിട്ട് ഇനി ഒരിക്കലും ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത് ഇതാണ്. ടോട്ടൽ സപ്ലൈ, സർക്കുലേറ്റിംഗ് സപ്ലൈ, മാക്സിമം സപ്ലൈ. ഇതിൽ കൂട്ടിച്ചേർക്കാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ അൺലോക്കിംഗ്, അതായത് നാളെ ഒരു 5% അൺലോക്കിംഗ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു 2% അൺലോക്കിംഗ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു 1% അൺലോക്കിംഗ് വരുന്നുണ്ട്. ഈ അൺലോക്കിങ്ങും സപ്ലൈയും ടോട്ടൽ സപ്ലൈയും സർക്കുലേറ്റിംഗ് സപ്ലൈ ഒക്കെ നമ്മൾ പേടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോയിനുകളും മിസ്സാവും. കാരണം ഈ സൊളാനോൻ്റെ കേസ് നമുക്ക് വരാം. അതിന് ഞാൻ ഒരു കാര്യം ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു അൺലോക്കിങ്ങിനെ പറ്റിയിട്ട് ഇനി പേടിക്കണ്ടേ ആ ഒരു കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 2021 ഫസ്റ്റിലാണ് നമ്മുടെ സൊളാനൊക്കെ നല്ല രീതിയിൽ ആൾട്ട് സീസണിൽ കയറി വന്നത്. അപ്പോൾ ഞാൻ 2021 ജനുവരി 3 ആ ഒരു ഡേറ്റിൽ സൊളാനോൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, സൊളാനോ 112ാം സ്ഥാനത്തായിരുന്നു കിടന്നിരുന്നത് 2021. അപ്പോൾ 100 മില്യൺ ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അല്ലേ.
ഇതിൻ്റെ സർക്കുലേറ്റിംഗ് എല്ലാവരും നോട്ട് ചെയ്യണം. 46.5% ഇതിൻ്റെ സപ്ലൈ ഉണ്ടായിരുന്നു അല്ലേ, പുറത്തേക്ക് സപ്ലൈ ഉണ്ടായിരുന്നു അതാണ്. അപ്പോൾ ഈ 46 നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ടാബ് എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബാക്ക് പോയിട്ട് 2021 പറക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിട്ട് ആൾട്ട് സീസണിൻ്റെ ഒരു പീക്കാണ്. നമുക്കൊരു 38 മാർച്ച് 3 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡാറ്റയിലേക്ക് കിടക്കാൻ. ഓക്കെ അപ്പോൾ 100 എത്രയായിരുന്നു മറ്റേതുണ്ടായിരുന്നു ജനുവരി സ്റ്റാർട്ടിങ്ങിൽ 115 സ്ഥാനത്താണ്, 112 സ്ഥാനത്തായിരുന്നു സൊളാന കിടന്നായിരുന്നു ജനുവരി 1. അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് 100 മില്യൺ ആയിരുന്നു. 46 മില്യൺ ആണ് ഇതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ടായിരുന്നു. ഇനി ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നമ്മൾ 3 മാസത്തിന് ശേഷം കഴിഞ്ഞ് വരുമ്പോൾ 22 സ്ഥാനത്തോട്ട് 112 നിന്ന് 22 സ്ഥാനത്തോട്ട് വന്നു. അതായത് വെറും 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്ന ഈ ഒരു കോയിൻ 4 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് 4.8 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് വന്നു ഇല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ കൂടിയിട്ടുണ്ടോ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളെല്ലാവരും പേടിച്ചിരുന്നത് എന്തായിരുന്നു, ഇതിൻ്റെ അൺലോക്കിംഗ് വരുമ്പോൾ ഇത് ഡംപാവും എന്നല്ല പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ നോക്കിക്കേ 46 മില്യൺ, വെറും 46 മില്യണാണ് സർക്കുലേറ്റിംഗ് ചെയ്തത്. എന്നാൽ ഈ 3 മാസം മാർച്ചിൽ ലാസ്റ്റ് ടൈം നോക്കിയാൽ ഇതിൻ്റെ സപ്ലൈ എത്രയാണ് 268 മില്യൺ. അതായത് 46 മില്യൺ നിന്ന് 268 മില്യൺ ഇതിൻ്റെ സപ്ലൈ കൂടി സർക്കുലേറ്റിങ്ങിലോട്ട് വരാമെന്ന് പറയുമ്പോൾ മീൻസ് അവിടെ അൺലോക്കിംഗ് നടന്നിട്ടാണ് സർക്കുലേറ്റിങ്ങിൽ വരുന്നത് അല്ലേ. അപ്പോൾ എത്ര വലിയ ഇരട്ടിയാണ് സപ്ലൈ ഇതിൻ്റെ ഇൻക്രീസ് ചെയ്താണ് മീൻസ് അൺലോക്കിംഗ് ചെയ്തിട്ട് പുറത്തോട്ട് വന്നത് എന്നതുകൊണ്ട് ഇത് പ്രൈസ് കുറയാണ് ചെയ്തത് അല്ല. വെറും 100 മില്യൺ നിന്ന് 4.5 ബില്യൺ എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടി കയറി, അതായത് 4800% കയറിയത്. ചെറുതാണോ, അതായത് ഇരട്ടിയാണോ കയറിയത്? അല്ല, 48 ഇരട്ടിയായിട്ടാണ് കയറിയത് അല്ലേ. അപ്പോൾ എത്രയും വലിയൊരു ബൂമിങ് നടന്നിട്ടും ഇതിൻ്റെ സപ്ലൈ ഇത്രയും അധികം കൂടുകയും ചെയ്തു. സപ്ലൈ കൂടിയതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് കൂടിയില്ല എന്നുണ്ടോ? ഇല്ല, ഇതിൻ്റെ പ്രൈസ് നല്ല രീതിയിലാണ് കൂടിയത്. അതുകൊണ്ട് നമുക്ക് അൺലോക്കിങ്ങിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന ടോട്ടൽ സപ്ലൈ മറ്റേ സർക്കുലേറ്റിംഗ് സപ്ലൈ, മാക്സിമം സപ്ലൈ, ടോക്കണിൻ്റെ അൺലോക്കിങ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരു കോയിൻ്റെ കാര്യങ്ങൾ നല്ലതാണോ സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്താം ഇല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ സപ്ലൈനെ കുറിച്ചിട്ടോ സർക്കുലേറ്റിങ്ങിനെ കുറിച്ചിട്ടോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ടോക്കൺസ് അൺലോക്കിംഗ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൽ നമുക്ക് കോയിൻ നമുക്ക് കൂടുന്നു അല്ലെങ്കിൽ അത് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടത്, അതായത് നമ്മൾ ശരിക്കും നോക്കേണ്ടത് എന്തൊക്കെയാണ്, നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഒരു കോയിൻ മേടിക്കണം വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു കേസല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി നോക്കേണ്ടത് നമ്മൾ, അതായത് ഇനി നമ്മളൊരു കോയിൻ ബൈ ചെയ്യാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മറന്നേക്ക്. നമുക്ക് മറ്റ് കാര്യങ്ങളാണ് നോക്കേണ്ടത്, അതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. അപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം കുറച്ച് ലെങ്ത്തായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ 13 മിനിറ്റോളം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഓരോ മിനിറ്റിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടതാണ്. കാരണം ഞാൻ വളരെ പതുക്കെ സാവധാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അത്യധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സപ്ലൈനെ കുറിച്ചിട്ട്, മാർക്കറ്റിങ്ങിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു കോയിനുകളെ കുറിച്ചിട്ട് നോക്കിയത്. ഇതിൻ്റെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ ഒരു കോയിൻ മേടിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി നിങ്ങൾ നോക്കേണ്ട, അതായത് ഇതിൻ്റെ സപ്ലൈയുടെ കാര്യങ്ങൾ നോക്കണ്ട, ടോക്കൺ അൺലോക്കിങ് നോക്കേണ്ടതായിട്ടുള്ള വേറെ വലിയ കാര്യങ്ങളുണ്ട്. അതിലോട്ട് നമുക്കിനി കടക്കണം.